11/3/2025 നടന്ന എക്സാമിലെ മലയാളം ക്വസ്റ്റ്യൻസ് വന്നത് നോക്കിയാലോ. കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന വാക്ക്: ഉദ്ഘാടനവേദി, അനുസ്മരണവേദി, സംഗമവേദി, സമാപനവേദി. കൂടിച്ചേരാനുള്ള സ്ഥലം, ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്, സംഗമവേദി. ചേർത്തെഴുതുക: സദ് പ്ലസ് ഭാവം. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, സദ്ഭാവം. ശരിയായ ജോഡി ഏത്? തോഴി, ആളി, സഖി. മാവ്, ആമ്രം, കേതു. യുദ്ധം, രണം, ആരണ്യകം. മേദിനി, ധരണി, മേനി. ഇതിലെ ആൻസർ എ ആണ് വരുന്നത്, തോഴി, ആളി, സഖി. എതിർലിംഗം എഴുതുക: ലേഖകൻ. ലേഖകന്റെ എതിർലിംഗം: ഓപ്ഷൻ എ ലഗിനി, ലേഖിക, ലേഖക, ലേഖിക. ഇതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലേഖിക. ഒറ്റ പദം എഴുതുക: ക്ഷമിക്കാൻ പറ്റാത്തത്. ഓപ്ഷൻ എ ക്ഷമ്യം, അക്ഷവ്യം, അക്ഷന്തവ്യം, വിഷമ്യം. ഇതിൽ ആൻസർ വരുന്നത് അക്ഷന്തവ്യം. ഓപ്ഷൻ സി, അക്ഷന്ത്യവ്യം. പിരിച്ചെഴുതുക: മരങ്ങൾ. മരം പ്ലസ് കള്ളാണ് ആൻസർ വരുന്നത് കേട്ടോ. മരം പ്ലസ് കൾ. ശരിയായ പദം എഴുതുക: അതിഥി. അടുത്ത ചോദ്യം: വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ വിത്തിന് 10 ഗുണമുണ്ട്. ഓപ്ഷൻ ബി 10 ഗുണങ്ങൾ വിത്തിനുണ്ട്. ഓപ്ഷൻ സി പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. ഓപ്ഷൻ ഡി വിത്തിന്റെ ഗുണം വിളവിൽ ഉണ്ടാവുകയില്ല. ഇതിലെ ആൻസർ സി ആണ് വരുന്നത്, പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ: ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. ഓപ്ഷൻ ബി ആളു കൂടിയാൽ പാമ്പ് ചാകില്ല. ഓപ്ഷൻ സി ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ഓപ്ഷൻ ഡി ചങ്ങാതി തന്നെങ്കിൽ കണ്ണാടി വേണ്ട. ഇതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ആളു കൂടിയാൽ പാമ്പ് ചാകില്ല.